Everyone, I'm Jesna AV, roll number 13. I'm taking the seminar topic Techniques of Cash Management. What is techniques of cash management? The cash manager's goal is to minimize the firm's cash balances without affecting its operations. This is achieved by efficiency in cash management. The more efficient the cash management, the smaller the amount of cash the firm needs to hold without affecting its smooth operations. The main reason for keeping minimum cash it has a firm receives no interest on cash balance. The lower the cash balance, the more the firm serves on opportunity cost. The cash manager has to ensure that any surplus cash in bank account is moved quickly to another where it is needed. Efficient coordination among the firm's bank accounts will serve the firm well in keeping its cash balance to a minimum. Whenever it has a temporary cash surplus, the firm should invest it in marketable securities. To minimize cash balances and to improve efficiency in cash management, the cash manager has to undertake the following actions: synchronizes cash flows, accelerate cash flows, delay cash disbursement as much as possible without damaging the firm's credit rating or angering its supplies. അതായത് ക്യാഷ് മാനേജേഴ്സ് എന്നാൽ ക്യാഷ് മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ ഫേമിൻ്റെ ഓപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്യാണ്ട് ആ ഫേമിൻ്റെ ക്യാഷ് ബാലൻസസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്യാഷ് മാനേജേഴ്സിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഇത് എന്താണ് നമ്മളുടെ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇത് എന്താണ് നമ്മളുടെ എഫിഷ്യൻസി ഒരു ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒരു ക്യാഷ് മാനേജ്മെൻറ്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഫേമിൻ്റെ സ്മൂത്ത് ഓപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്യാണ്ട് നമ്മളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ക്യാഷ് എമൗണ്ട് കുറയ്ക്കും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് മിനിമം ക്യാഷ് കീപ്പ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേം എന്താണ് ക്യാഷ് ബാലൻസിൻ്റെ മേൽ ഒരു ഇൻട്രസ്റ്റ് വാങ്ങുന്നില്ല. അതുകൊണ്ടാണ് ലോവർ ക്യാഷ് ബാലൻസ് ആണെങ്കിൽ എന്താണ് നമ്മുടെ ഫേം എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതൽ സേവ് ചെയ്യും. ഒരു ക്യാഷ് മാനേജർ എന്ത് എൻഷുർ ചെയ്യണം? നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ ഒരു ക്യാഷ് സർപ്ലസ് ഉണ്ടെങ്കിൽ അത് വേറെ ഇറ്റ് ഈസ് നീഡഡ് എവിടേക്കാണോ അത് ആവശ്യമുള്ളത്, വേറെ ആർക്കാണോ അത് ആവശ്യമുള്ളത് അവിടേക്ക് പെട്ടെന്ന് ക്വിക്ക്ലി മൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് എൻഷുർ ചെയ്തിരിക്കണം ഒരു ക്യാഷ് മാനേജർ. അതേപോലെ തന്നെ ഒരു ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷന് നമ്മളുടെ ക്യാഷ് ബാലൻസ് മിനിമം ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ആ ഫേമിനെ സഹായിക്കുന്നു. അതേപോലെ തന്നെ ടെമ്പററി ക്യാഷ് സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫേം ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളുടെ ക്യാഷ് ബാലൻസസ് മിനിമൈസ് ചെയ്യാനും അതേപോലെ തന്നെ ക്യാഷ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ ക്യാഷ് മാനേജറിന് എടുക്കേണ്ട ചില ആക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്: സിൻക്രണൈസ് ക്യാഷ് ഫ്ലോസ്, സെക്കൻഡ് ആക്സലറേറ്റ് ക്യാഷ് ഫ്ലോസ്, തേർഡ് ഡിലേ ക്യാഷ് ഡിസ്ബേഴ്സ്മെന്റ് ആസ് മച്ച് ആസ് പോസിബിൾ വിത്തൗട്ട് ഡാമേജിങ് the firm's credit rating on angering its suppliers. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സിൻക്രണൈസിങ് ക്യാഷ് ഫ്ലോസ് ആണ്. എന്താണ് സിൻക്രണൈസിങ് ക്യാഷ് ഫ്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് എ ഫേം പേസ് ഇറ്റ്സ് ബിൽ ഓൺ എ വീക്ക്ലി ബേസിസ് ബട്ട് കളക്ട്സ് ഇറ്റ്സ് പേയ്മെന്റ്സ് ബൈ വീക്ക്ലി, we say the firm has a lack of cash flow synchronization. This means its cash outflows and inflows do not occur simultaneously. The firm can reduce the needed cash balance if it can move the cash disbursements and cash collections into the same cash flow cycle. Sometimes such synchronization is not possible, at other times it is accompanied by additional cost. അതായത്
ഒരു ഫേം അതിൻ്റെ ബിൽസ് വീക്ക്ലി ബേസിസിൽ പേ ചെയ്താലും എന്താണ്, പക്ഷെ അത് കളക്ട് ചെയ്യുന്നത് എന്താണ് ബൈ വീക്ക്ലി ബേസിസിലായിരിക്കും ആ ഒരു പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുക. അങ്ങനത്തെ ഫേംസിനെ എന്താണ് ക്യാഷ് ഫ്ലോ സിൻക്രണൈസേഷൻ കുറവായിരിക്കും. ഇതെന്ത് മീൻ ചെയ്യുന്നു, നമ്മളുടെ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോസും ഇൻഫ്ലോസും എന്താണ് ഒരേ ടൈമിൽ സൈമിൾട്ടാനിയസ്ലി ഒക്കേർ ചെയ്യുകയില്ല. നമ്മളുടെ ഒരു ഫേം എന്താണ് അവരുടെ ഒരു ഫേമിൻ്റെ എന്താണ് ക്യാഷ് കളക്ഷനും അതേപോലെ തന്നെ ക്യാഷ് ഡിസ്പേഴ്സ്മെൻറ്റും ഒരേ ക്യാഷ് ഫ്ലോ സൈക്കിളിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് ബാലൻസസ്, ആ ഫേമിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് ബാലൻസ് കുറക്കും. ചില സമയങ്ങളിൽ നമ്മളുടെ സിൻക്രണൈസേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരിക്കും. മറ്റ് സമയങ്ങളിൽ അഡീഷണൽ കോസ്റ്റോട് കൂടിയിട്ടായിരിക്കും അതുണ്ടാവുക. For example, the firm may be able to pay its bill on bi-weekly basis by adding some percentage to the bills to compensate the cash receivers for the week's time delay. The management should consider the benefits and the cost of synchronization before deciding whether it is worthwhile to achieve. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്സലറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് ആണ്. ആക്സലറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ the major challenge for a business enterprise is to collect the money from customers on time for sales or services provided to them. The finance manager should take steps for speedy recovery from debtors. For this purpose, proper internal control system should be installed in the firm. Periodic statements should be prepared to show the outstanding bills. Incentives offered to the customers for yearly or prompt payment should be well communicated to them. Once the checks or drafts are received from customers, no delay should be there in depositing these receipts with the banks. There are certain techniques to reduce the time lag in collection of receivables. Important techniques are logbook system, concentration banking, and automated clearing houses. ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ മേജർ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ആ ഒരു ബിസിനസ് എൻ്റർപ്രൈസസിന് പ്രൊവൈഡ് ആയിട്ടുള്ള സെയിൽസിൻ്റെയും സർവീസസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും കളക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു ടൈം, അതായത് ഓൺ ടൈമിൽ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് പൈസ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. ഫിനാൻസ് മാനേജർ എന്തായിരിക്കണം, ഒരു ഡെപ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു സ്പീഡി റിക്കവറിക്കായിട്ട് ആവശ്യമുള്ള സ്റ്റെപ്സ് എടുത്തിരിക്കണം. ഒരു ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ട ഒരാളാണ്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നമ്മളുടെ ഫേമിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ്സ്, നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് ബിൽസ് കാണിക്കാനായിട്ടുള്ള ഒരു പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ചെക്സ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഡിലേയും വൈകിച്ചയും കൂടാണ്ട്, ഒരു ഡിലേയും കൂടാണ്ട് തന്നെ അതെന്താണ് നമ്മൾ ആ ഒരു റെസീപ്റ്റ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ടെക്നിക്സ്, അതായത് ആ ഒരു കളക്ഷൻ ഓഫ് റിസീവബിൾസിൻ്റെ ടൈം ലാഗ് കുറക്കാനായിട്ടുള്ള ചില ടെക്നിക്സ് ആണ്. എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് എന്തൊക്കെയാണ്, ലോക്ക് ബോക്സ് സിസ്റ്റം, കോൺസെൻട്രേഷൻ ബാങ്കിങ് ആൻഡ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ലോക്ക് ബോക്സ് സിസ്റ്റം ആണ്. എന്താണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്? ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ USA in 1947. This is a system of speedy collection of cash from debtors. In other words, lock box system reduces the mail time delay. This system is popular in USA, not popular in India. Under this system, the firm or payee establishes or takes on rent on a post office box near customers area. The firm then orders its debtors to send their checks to the post office box rather than to the firm's headquarters. The payments are collected by local banks which are authorized to do so. The bank opens the box several times a day and collects the checks from the lock box. Then the bank deposits these checks in the firm's account. This cuts an average of 2 or more 3 days out of the whole process. Large firms have many lock boxes in all the areas where their customers are concentrated. അതായത്
ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് USA-ലാണ്. 1947-ലാണ് ഈ ഒരു സിസ്റ്റം USA-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനാണ്? സ്പീഡി കളക്ഷൻ ഓഫ് അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് സ്പീഡായിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ബോക്സ് സിസ്റ്റം എന്താണ്, നമ്മളുടെ മെയിലിൽ തന്നെ ടൈം ഡിലേ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള USA-ലാണ്. ഇന്ത്യയിൽ ഇത് അത്ര പോപ്പുലർ അല്ല. ഈ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ ഫേം, അതായത് പേയി എന്താണ്, ഈ ഒരു ഫേമിൻ്റെ കസ്റ്റമേഴ്സ് ഏരിയയുടെ അടുത്തായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ ഫേം എന്താണ്, അത് ഡെപ്റ്റേഴ്സിനോട് എന്ത് ഓർഡർ ചെയ്യും, അവരുടെ ആ ചെക്സ് ആ ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് ആ ഡെപ്റ്റേഴ്സിനോട് ഫേം ആവശ്യപ്പെടും. ഫേംസിന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊടുക്കുന്നതിനേക്കാളും ആ ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സിലേക്കാണ് സെൻഡ് ചെയ്യാനായിട്ട് ഫേം ഡെപ്റ്റേഴ്സിനോട് ആവശ്യപ്പെടും. അതേപോലെ തന്നെ ആ ഒരു പേയ്മെൻറ്റ്, അതായത് ഇവർ ഈ ലോക്ക് ബോക്സ് സിസ്റ്റത്തിലേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക ലോക്കൽ ബാങ്ക്സ് ആണ്. അതായത് ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റത്തിന് ഓതറൈസ് ചെയ്തിട്ടുള്ള ലോക്കൽ ബാങ്ക്സ് ആണ് ഈ ഒരു പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക. ആ ഒരു ബാങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ബാങ്ക് എന്താണ്, ആ ബാങ്ക് അതായത് നമ്മൾ ഓതറൈസ് ചെയ്തിട്ടുള്ള ആ ലോക്കൽ ബാങ്ക് ആ ഒരു ബോക്സ് പല പ്രാവശ്യം, ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ആ ഒരു ബോക്സ് അവർ ഓപ്പൺ ചെയ്യുകയും അതേപോലെ തന്നെ ആ ലോക്ക് ബോക്സ് സിസ്റ്റത്തിൽ നിന്ന് ആ ചെക്സ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. നമ്മളുടെ ആ ഒരു ബാങ്ക് ഈ ചെക്സ് ഒക്കെ എന്താണ്, ആ ഫേമിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ ഈ ഒരു വോൾ പ്രോസസ്സിൻ്റെ 2-3 ദിവസം അതിൽ നിന്ന് കട്ട് ചെയ്യും. ലാർജ് ഫേംസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവരുടെ കസ്റ്റമേഴ്സ്, അതായത് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഏരിയയിൽ അവർ ഒരുപാട് ലോക്ക് ബോക്സ് സിസ്റ്റംസ് എന്താണ്, ആ ലാർജ് ഫേംസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനെടുത്ത ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. ആ ഒരു ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റിലെ അണ്ടറിൽ വരുന്ന 3 സിസ്റ്റംസ് ആണ് സിങ്ക്രണൈസസ് ക്യാഷ് ഫ്ലോസ്, ആക്സലറേറ്റിംഗ് ക്യാഷ് ഡെപ്പോസിറ്റ്സ്. അതിൻ്റെ ആക്സലറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്.